പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ഈ ക്ലാസ്സിലേക്ക് പ്രത്യേകം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തിയോളജിയായുടെ ബിരുദാനന്തര കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഈ പഠന പരിപാടി ഓരോ ആഴ്ചകളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ട ദൈവിക വെളിപാടുകളെക്കുറിച്ചുള്ള കുറേ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അവയെല്ലാം മിക്കവാറും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം ക്രമീകരിച്ച് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിൽ നമുക്ക് ലഭ്യമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ പ്രത്യേകിച്ച് ഈ വിശ്വാസ വർഷത്തിൽ അത് മലയാളത്തിലേക്ക് POC തർജ്ജമ ചെയ്ത് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിന് ലഭ്യമാണ്. അത് വാങ്ങി വായിക്കുന്നത് ഒത്തിരിയേറെ നല്ലതാണ്. അപ്പോൾ അതോട് ബന്ധപ്പെട്ട് അതിന് ശേഷമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് ചില ചോദ്യകർത്താക്കൾ അല്ലെങ്കിൽ പഠിതാക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യം നമുക്ക് ശ്രവിക്കാം. എൻ്റെ പേര് ആശിഷ് ജോസ്. ഞാൻ താമരശ്ശേരി രൂപതയിലെ കൂരാച്ചുണ്ട് ഇടവകമാണ്. ദൈവിക വെളിപാടുകളെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ദൈവിക വെളിപാടുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് ഒന്ന് വിശദീകരിക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നമുക്കറിയാം, ഈ നമ്മളുടെ ദൈവശാസ്ത്രത്തിൻ്റെ മുഴുവൻ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആണ് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ നിൽക്കുക. അതുവരെയുള്ള വലിയ ദൈവശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളും അന്നത്തെ സഭയുടെ പ്രത്യേകമായ ചിന്തകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണരേഖ, അല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും ആദിമസഭയും സഭാപിതാക്കന്മാരും മധ്യശതകത്തിലെ ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിലെ ദൈവശാസ്ത്രത്തിൻ്റെ എല്ലാം ഒന്നിച്ചു ചേർന്നുള്ള അതിനെ കൂട്ടി സംഗ്രഹിച്ച് വച്ചിരിക്കുന്നതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് നമുക്കോരോരുത്തർക്കും വലിയൊരറിവ് ദൈവശാസ്ത്രത്തെക്കുറിച്ചും ദൈവിക വെളിപാടുകളെക്കുറിച്ചും സഭയെക്കുറിച്ചും സഭയുടെ ഈ ദൈവശാസ്ത്രപരമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, സഭ ആധുനിക ലോകത്തിലെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ജനതകളുടെ പ്രകാശം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആരാധനാക്രമത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ ദൈവിക വെളിപാടുകളെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ പഠനങ്ങൾ എപ്രകാരമാണ്, അല്ലെങ്കിൽ അത് എന്താണ് സഭ അതിനോട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രധാനപ്പെട്ടതായി നമ്മളുടെ ഭാഗ്യസ്മരണാർഹനായിരുന്ന മഹാനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ 2 പ്രമാണരേഖകൾ അല്ലെങ്കിൽ പഠനങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, പ്രത്യേകിച്ച് ഈ വിശ്വാസ വർഷത്തിൽ നമ്മൾ ഊന്നി പഠിക്കണമെന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും, ക്രിസ്തീയ വിശ്വാസികൾ മാത്രമല്ല അല്ലാത്തവർ പോലും ഇത് വായിക്കുകയും പഠിക്കുകയും ഇതിൻ്റെ ഓരോ കോപ്പി എല്ലാവരും സ്വന്തമാക്കണമെന്ന് വരെ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ അതിൻ്റെ പരിഭാഷയുണ്ട്. അതിൻ്റെ മലയാളം പരിഭാഷ നമുക്ക് ലഭ്യമാണ്. തീർച്ചയായും ഇതിൻ്റെ അകത്ത് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ദൈവിക വെളിപാടുകളെക്കുറിച്ചുള്ള ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക വിശ്വാസി മനസ്സിലാക്കേണ്ട എല്ലാ യാഥാർത്ഥ്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയും.
അത്ര മനോഹരമായ ഒരു ഗ്രന്ഥമാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമെന്ന് പറയുന്നു. അതോട് ചേർന്ന് ഫീദസ് എത്ത് റാസിയോ എന്ന് പറയുന്ന എൻസിക്ലിക്കലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ഫെയ്ത്ത് ആൻഡ് റീസൺ, വിശ്വാസവും യുക്തിയും എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അല്പം പിശകുണ്ട്. ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് ഇംഗ്ലീഷിൽ, ഫീദസ് എത്ത് റാസിയോ എന്നാണ് അതിൻ്റെ പേര്. ആ എൻസിക്ലിക്കലിലും ഈ ദൈവിക വെളിപാടുകളെ കുറിച്ചുള്ള അതിൻ്റെ പഠനങ്ങൾ, അതെങ്ങനെ മനസ്സിലാക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പുരോഗമനത്തെക്കുറിച്ച് നമ്മളുടെ മഹാനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത, രണ്ടും സഭയുടെ ഔദ്യോഗിക പഠനരേഖകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, രണ്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ചതാണ്. രണ്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് രേഖകളാണ്. ഇന്നത്തെ ക്രിസ്തീയ വെളിപാടുകളെക്കുറിച്ച് വളരെ ആധികാരികമായ അറിവ് പ്രദാനം ചെയ്യുന്നവയുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ രണ്ട് പുസ്തകങ്ങളും. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ പഠന വിധേയമാക്കണം. പ്രത്യേകിച്ച് ദൈവശാസ്ത്ര പഠന പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ഈ രണ്ട് പുസ്തകങ്ങളും വാങ്ങുകയും വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിനെ ഷോർട്ട് ഫോമായിട്ട് CCC എന്ന് നമ്മൾ പറയാറുണ്ട്. 3 Cകൾ കൂടി ചേർന്നതാണ് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അത് 1992 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അത് പുറപ്പെടുവിക്കുന്നത്. ഒത്തിരി കാലത്തെ നീണ്ട വർഷങ്ങളുടെ പഠനത്തിനും ധ്യാനത്തിനും പരിചിന്തനത്തിനും ചർച്ചകൾക്കുമൊക്കെ ശേഷമാണ് ഇത് പുറപ്പെടുവിക്കുക. തീർച്ചയായും ഇന്നത് ഒത്തിരിയേറെ അൽമായരുടെ ഇടയിൽ, പ്രത്യേകിച്ച് മതാധ്യാപകരുടെയും സഭയെക്കുറിച്ച് അറിവ് തേടാൻ ആഗ്രഹിക്കുന്നവരുടെയും ദൈവശാസ്ത്രപരമായി കുറച്ച് അറിവുകൾ ലഭിക്കണമെന്നുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണിത്. POC അതിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിച്ച് ഒരുപാട് കോപ്പികൾ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഈ മഹാഗ്രന്ഥം തീർച്ചയായും ഒത്തിരിയേറെ ഉപകാരപ്രദമാണ്. അടിസ്ഥാനപരമായി സഭയെ അറിയുവാൻ, സഭയുടെ കുദാശകളെയും സഭയുടെ ദൈവശാസ്ത്രത്തെയും അല്ലെങ്കിൽ ഒരു കത്തോലിക്ക വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ, മതബോധന കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. കൗൺസിൽ പഠനങ്ങൾ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങൾ അത് ലഭ്യമാണെങ്കിലും ഇത് സാധാരണക്കാർക്ക് ഗ്രഹിക്കുന്നതല്ല. അല്പം കൂടി ഗഹനമായി ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ അതിനെ കുറച്ചുകൂടി ലഘുവായി സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അല്പം പോലും ആശയങ്ങളോ അതിൻ്റെ മൂലത്തോട് അതേപടി തന്നെ പൂർണ്ണമായും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമുക്കായി അല്ലെങ്കിൽ ലോകം മുഴുവനിലുമുള്ള സകല മനുഷ്യർക്കുമായിട്ട് പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠനങ്ങൾ നമുക്കറിയാം 50 വർഷങ്ങൾ കഴിഞ്ഞു. 2012 പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശ്വാസവർഷം പ്രഖ്യാപിക്കുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ അല്ലെങ്കിൽ ആ കൗൺസിൽ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ മനുഷ്യരിലേക്ക് എത്തണം, ക്രിസ്ത്യാനികളിലേക്ക് പ്രത്യേകിച്ച്, അതിലധികമായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെയുള്ള സകല മനുഷ്യരിലേക്കും ഈ വിശ്വാസ സത്യങ്ങൾ എത്തിക്കണമെന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടും 20 വർഷങ്ങളാണ് അപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ 20 വർഷങ്ങൾ മുൻപ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളത്.
അപ്പം അന്നത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ സഭയിലാകമാനം ഇത് പഠിക്കുവാനും ഇത് വായിക്കുവാനും മനസ്സിലാക്കുവാനും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ ഒത്തിരിയേറെ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, സാധാരണ കുറെ കൂടി സഭയെ അറിയുവാൻ, സഭയെ സ്നേഹിക്കുന്ന, സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഈ പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. വീണ്ടും ഈ ഫിയദസ് എത് റാസ്യോ എന്ന് പറയുന്ന വിശ്വാസവും യുക്തിയുമെന്ന്, ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയുന്ന ഈ എൻസിക്ലിക്കിലും പ്രത്യേകിച്ച് വളരെ കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്ന കാര്യം നമുക്കറിയാം. വിശ്വാസവും യുക്തിയും ഒന്നിച്ചു പോകുമോ? ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ള, അല്ലെങ്കിൽ സഭയുടെ മധ്യശതകങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ട്. മധ്യശതകങ്ങളിൽ ഇത് ഒത്തിരിയേറെ ദൂരവ്യാപകമായ ഫലമുളവാക്കി, നന്മയും തിന്മയും ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മതവും ശാസ്ത്രവും ഒന്നിച്ചു പോകില്ല, അല്ലെങ്കിൽ ഫെയ്ത്തും റീസണും ഒന്നിച്ചു പോവില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനായിട്ടുള്ള ചില പ്രവണതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി എന്ന നിലയിലാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു പുസ്തകം പുറപ്പെടുവിച്ചിരിക്കുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് സഭയുടെ വിശ്വാസ സത്യങ്ങൾ യുക്തിക്ക് നിരക്കുന്നതാണ് എന്നും അത് ബുദ്ധിയുള്ള മനുഷ്യർക്കും അല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് എന്നും വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഈ രണ്ട് പുസ്തകങ്ങളിലുമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവിക വെളിപാടെന്ന് പറയുന്നത് ചരിത്രപരമാണ്. ഇതൊരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. അതിന് ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ നമുക്ക് ഉണ്ട്. അതിന് സിംബോളിക്കായിട്ട് ഒത്തിരിയേറെ അർത്ഥമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത് ഓരോരുത്തർക്കും അനുഭവജ്ഞാനപരമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായി മറ്റു മനുഷ്യരുമായി ഒരു ഇടപഴകുന്ന തലത്തിലുള്ള ഒരു വെളിപാട് ആണ് നടത്തപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ഒരു സാമൂഹിക മാനമുണ്ട് എന്നുള്ളത്, വ്യക്തിപരമായ മാനത്തോടൊപ്പം ഇതിനൊരു സാമൂഹിക മാനവുമുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ വെളിപാടെന്ന് പറയുന്നത് സകല മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ടതാണ്. ഇങ്ങനെ ഒത്തിരി പഠനങ്ങൾ ഈ ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയുന്ന പുസ്തകത്തിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകത്തിലും പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ക്രിസ്തീയ ദൈവാവിഷ്കരണം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ ദൈവ ആവിഷ്കരണത്തിൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകത, ഇത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം. ഇത് ചരിത്രപരമാണ്. അതല്ലാതെ ഇതാരും ഈ ചരിത്രത്തോട് ബന്ധപ്പെടാതെ മനുഷ്യൻ്റെ മനസ്സിൽ മാത്രമുണ്ടായ ഒരു ഉട്ടോപ്യൻ ഐഡിയ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് ചരിത്രപരമാണ്. അതോടൊപ്പം തന്നെ അനുഭവജ്ഞാനപരവും വ്യക്തിപരവും സാമൂഹികവുമായ പ്രത്യേകതകൾ ഈ ക്രിസ്തീയ ദൈവാവിഷ്കരണത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രപരമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ക്രിസ്തീയ ദൈവാവിഷ്കരണം അല്ലെങ്കിൽ ദൈവിക വെളിപാടുകൾ ചരിത്രപരമാണെന്നുള്ളത് ഇത് വെറും കുറച്ച് സത്യങ്ങളുടെ ഒരു സമാഹാരം മാത്രമല്ല. കുറച്ച് സത്യങ്ങൾ, കുറച്ച് ദൈവിക സത്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ സമാഹരിച്ചു വച്ചിരിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. പലരും ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചില പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ, സഭയുടെ പ്രമാണരേഖകൾ എടുത്ത് വായിക്കുമ്പോൾ എ കളക്ഷൻ ഓഫ് ട്രൂത്ത്സ്, സത്യങ്ങളുടെ ഒരു സമാഹാരം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു യാഥാർത്ഥ്യമല്ല. വെളിപാട് ഒരു സന്ദേശവും ഒരു പ്രകാശവുമാണ് എന്നാണ് കൗൺസിൽ പറഞ്ഞു വെച്ചിരിക്കുക. ഇതൊരു വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് വെളിപാടിലൂടെ. അതോടൊപ്പം തന്നെ വലിയൊരു പ്രകാശം നമുക്കറിയാം, ലൈറ്റ് അടിക്കുമ്പോൾ, പ്രകാശം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരു മുറിയിലേക്ക് നമ്മൾ കയറുന്നു, അവിടെ കറണ്ടിൻ്റെ സ്വിച്ച് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ മുറിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
ആ പ്രകാശം അവിടെ ബൾബ് തെളിയാതെ, കറണ്ടില്ലാത്ത സമയത്ത് ബൾബ് തെളിയാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ളതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുക, ഇരുട്ടാണ് അതിനകത്ത്. അല്ലെങ്കിൽ ഇന്ന് കറണ്ട് കട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റാതെ പോകും. അപ്പം പ്രകാശം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒത്തിരി അറിവ് അല്ലെങ്കിൽ നമുക്ക് പലതും കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഇത് ഈ ദൈവിക വെളിപാടെന്ന് പറയുന്നത് ഒരു സന്ദേശവും ഒരു പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവനുമേൽ പ്രകാശിക്കുകയും ഈ വെളിപാടിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ ജീവനെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ചുള്ള വലിയ അറിവ്, മനുഷ്യൻ ആരാണെന്നും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്നും അവൻ എവിടെ എത്തുമെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഒക്കെയുള്ള വലിയ ഒരു പ്രകാശം മനുഷ്യനെക്കുറിച്ച്, ഈ ദൈവത്തിൻ്റെ പ്രകാശം മനുഷ്യൻ്റെ മേൽ വർഷിക്കപ്പെടുകയാണ്. അതിലൂടെ ഈ മനുഷ്യനെക്കുറിച്ചുള്ള വലിയ അറിവ് നമുക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചരിത്രത്തിന് മേൽ വലിയൊരു പ്രകാശം, ദൈവത്തിൻ്റെ വലിയ പ്രകാശം ലോക ചരിത്രത്തിന് മേൽ അടിക്കുകയാണ്. ദൈവിക വെളിപാടിലൂടെ ലോകചരിത്രത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, നമുക്കറിയാത്ത പല അർത്ഥതലങ്ങൾ പല കാര്യങ്ങൾക്കുമുണ്ട്. ഈ ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും അർത്ഥം തേടി മനുഷ്യൻ അലയാറുണ്ട്. അവൻ അലഞ്ഞിട്ടും അത് മനസ്സിലാകാതെ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ദൈവിക വെളിപാടിലൂടെ ചരിത്ര സംഭവങ്ങളുടെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുകയാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രകാശം നന്മയുടെയും തിന്മയുടെയും മേൽ കടന്നു വരികയാണ്. ഈ ലോകത്തിൽ നന്മയും തിന്മയുമുണ്ട്. അവിടെയും ഈ ദൈവത്തിൻ്റെ പ്രകാശം, അത് ആ ഒരു അറിവ്, നന്മയെക്കുറിച്ചുള്ള കൂടുതൽ അറിവും ബോധ്യങ്ങളും നമുക്ക്, അല്ലെങ്കിൽ തിന്മ അതിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവ് കിട്ടുകയും അതെല്ലാം ദൈവിക വെളിപാടിലൂടെയാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ തീർച്ചയായും അതിലും അധികമായി മനുഷ്യൻ്റെ മരണത്തിൻ്റെ മേലൊരു വലിയ പ്രകാശം. മരണം എന്നുള്ളത് നമുക്കറിയാം മനുഷ്യനെ എല്ലാവരെയും അലട്ടുന്നൊരു യാഥാർത്ഥ്യമാണ്. മരണം സംഭവിക്കുമ്പോൾ ഒത്തിരിയേറെ സങ്കടം നമുക്കുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഈ മരണം എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തേടി ഒരുപാട് പേര്, വലിയ വലിയ കവികളും ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി വ്യാഖ്യാനങ്ങൾ നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അർത്ഥതലങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരും മരിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അത് വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഈ ദൈവിക വെളിപാടിലൂടെ, ദൈവത്തിൻ്റെ വെളിപാടിലൂടെ മനുഷ്യൻ എന്തിനു മരിക്കുന്നു, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും എന്തിനു മരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം പോലും പറഞ്ഞു വെച്ചിരിക്കുക. ആ ഒരു വലിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വലിയൊരു പ്രകാശം നമുക്ക് ലഭിക്കുകയാണ്. വീണ്ടും ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവും നമുക്ക് കിട്ടുന്നുണ്ട്. ദൈവത്തിനു മേൽ വലിയൊരു പ്രകാശം, ദൈവത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യന് കിട്ടുകയാണ്. അതും തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു അറിവ് നമുക്കില്ലാതിരുന്നത്, അല്ലെങ്കിൽ തെറ്റായ കുറേ അറിവുകളാണ് ഉണ്ടായിരുന്നത്. പണ്ട് നമുക്കറിയാം ഈ ലോകത്തിലുള്ള സകലത്തിനെയും ദൈവമായിട്ട് കരുതുന്ന ഒരു രീതി നമ്മുടെ ഈ നാട്ടിൽ, ഇന്ത്യയിൽ ഒക്കെ ഭാരതത്തിലുണ്ടായിരുന്നതാണ്. തീ, അതിന് ശക്തിയുണ്ട്, അത് ദൈവമായിട്ട് ആരാധിക്കുന്നവർ, അല്ലെങ്കിൽ വെള്ളത്തെയും കാറ്റിനെയും പ്രകൃതിയെ മുഴുവൻ എന്തിനൊക്കെ ശക്തിയുണ്ടോ, പാറയെയും വായുവിനെയും അങ്ങനെ പലതിനെയും ആരാധിച്ചിരുന്നു, ദൈവമായിട്ട് കരുതിയിരുന്നു. തന്നേക്കാൾ ശക്തിയുള്ളതെല്ലാം ദൈവമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇന്നും ചില ആളുകളൊക്കെ അവ്യക്തമായിട്ട് അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ പേരിൽ ഇങ്ങനെ വിശ്വസിക്കുന്നവരിന്നുമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലും അങ്ങനെയുള്ള മനുഷ്യർക്കും അല്ലെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ്, ദൈവം ഒരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്നവനാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവും പഠനങ്ങളുമൊക്കെ മനുഷ്യന് ലഭിക്കുമ്പോൾ തീർച്ചയായും അതവനെ ഒത്തിരിയേറെ സഹായിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ് അവനെ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് അവനെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ്. തീർച്ചയായും ഇത് ശരിയാണ്. കൂടാതെ ദൈവത്തിൻ്റെ മക്കളായ നമ്മളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള വലിയ വിവരണം നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യർ
അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണം, അതിനുത്തരം നമുക്ക് തീർച്ചയായും ഈ ദൈവിക വെളിപാടുകളിൽ കണ്ടെത്താനായിട്ട് പറ്റും. ദൈവം അതിനുത്തരം നൽകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ദൈവിക വെളിപാടുകൾ നമ്മുടെ സാഹചര്യങ്ങൾ, ഈ ലോകത്തിൽ 2000 വർഷം മുൻപാണ് കർത്താവ് ജീവിച്ചത് എങ്കിലും ഇന്നും ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിൽ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ, ഈ ആകാശ സംസ്കാരത്തിലൊക്കെ മനുഷ്യൻ ജീവിക്കുമ്പോഴും ഈശോ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ, ദൈവിക സത്യങ്ങൾ, ബൈബിളിലെ സത്യങ്ങൾ ഇന്നും 100% അർത്ഥമുള്ളതാണ്, അല്ലെങ്കിൽ വിലയുള്ളതാണ്, വിലപ്പെട്ടതാണ് എന്നുള്ളത് ഇത് ദൈവിക വെളിപാടുകളാണ്. അതിന് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ നിർവഹണത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ സ്വയം വെളിപ്പെടുത്തൽ എന്തിനാണെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പം ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ നിർവഹണം നടക്കണമെങ്കിൽ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉണ്ടാകണമെങ്കിൽ ദൈവം സ്വയം വെളിപ്പെടുത്തണം. കാരണം നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല. അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ബന്ധമുണ്ടാവുകയുള്ളൂ. ഒരു വ്യക്തിയുമായി നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. നമുക്കിന്ന് ഫോൺ വഴിയും കത്തുവഴിയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മെയിൽ വഴിയും പല വിധത്തിൽ നമ്മൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അത് അങ്ങനെ കണ്ടുമുട്ടണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം ആ വ്യക്തിയെക്കുറിച്ച്. അപ്പം